ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കാറുള്ള ചിക്കൻ പോപ്സ് ആണ്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ പോപ്സ് നമുക്ക് വീട്ടിലും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ പോപ്സ് നമുക്ക് വീട്ടിലും എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കൻ പോപ്സ് തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് മസാല പുരട്ടി വെക്കണം. അതിനായിട്ടൊരു ബൗളിലേക്ക് 1/4 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നാരങ്ങ നീരും ചേർത്ത് കൊടുക്കണം. ഞാൻ പകുതി നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഈ നാരങ്ങയുടെ നീര് മുഴുവനായിട്ട് നമുക്കിതിലേക്കൊന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. നല്ലതുപോലെ ഒന്ന് കലക്കിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിക്കൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. ഞാൻ 250 ഗ്രാം അളവിൽ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ ബ്രസ്റ്റ് വാങ്ങിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഈ ചിക്കൻ നമുക്ക് ഈ ഒരു മസാലയിലേക്ക് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും മസാല പിടിക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. എത്ര സമയം നമ്മളിത് മസാല പിടിക്കാനായിട്ട് വെക്കുന്നു അത്രയും നന്നായിട്ട് ചിക്കനിൽ മസാലയൊക്കെ പിടിച്ചു വരും. ചിക്കൻ്റെ ഉള്ളിലൊക്കെ നല്ലതുപോലെ മസാല പിടിച്ചു വരും. അപ്പോൾ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നമുക്ക് മസാല പിടിക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ടൈം ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 മണിക്കൂർ വരേക്കും ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കാവുന്നതാണ്. ഇപ്പം 1 മണിക്കൂർ ഒന്ന് മസാല പിടിക്കാനായിട്ട് വെച്ച് ചിക്കൻ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ചിക്കൻ ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മൈദയൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ 1/2 കപ്പ് മൈദ എന്ന് പറയുന്നത് ഈ ഒരു 250 ഗ്രാം ചിക്കന് കറക്റ്റായിട്ടുള്ളൊരു അളവാണ്. ഇനി നമ്മൾ ചിക്കൻ കൂടുതൽ എടുക്കുന്നതിനനുസരിച്ചിട്ട് മൈദയുടെ അളവും കൂട്ടി കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പൊടികളുടെ അളവും കൂട്ടി കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ 1 മണിക്കൂർ മസാല പിടിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് എടുത്ത് നമുക്ക് ഒരിക്കൽ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഓരോ ചിക്കൻ പീസായിട്ട് എടുത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മൈദ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കാം. മൈദയിൽ നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ ചിക്കനും ഒന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ചിക്കൻ പീസ് ഓരോന്നായിട്ട് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ചിക്കൻ്റെ പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, ഉള്ളിൽ വേഗാതെയും വരും. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. ഒരു ബാച്ച് ചിക്കനൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു സൈഡ് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ചെറുതായിട്ട് ഇളക്കി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചെറുതായിട്ട് ഇതുപോലെ ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ എല്ലാം തന്നെ ഒരുപോലെ ഒന്ന് വെന്ത് കിട്ടും. എല്ലാ സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നവരേക്കും നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇതുപോലെ നമുക്ക് രണ്ടാമത്തെ ബാച്ച് ചിക്കനും എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ പോപ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് കടയിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ ചിക്കൻ പോപ്സ് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ചിക്കൻ വാങ്ങുന്ന സമയത്ത് ചിക്കൻ പോപ്സ് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.